നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. ഒരമ്മ പെറ്റതുപോലെ എല്ലാവരും അങ്ങനെ തന്നെയാ. മരിക്കുന്നുള്ളത് നേരാ, മരിക്കുന്നുള്ളത് സത്യ. ആരുടെ കൂടെ നിൽക്കും, നിങ്ങളാരുടെ കൂടെ നിൽക്കും? വിദേശ സാറിന് നമ്മുടെ സ്കൂളുമായിട്ട് വർഷങ്ങളുടെ പരിചയമാണ്. അതായത് നമ്മുടെ കുട്ടികളുടെ നാടക പരിശീലനവും പ്രത്യേകിച്ച് നമ്മുടെ റീ ഓപ്പണിംഗ് ഡേക്ക് കൊച്ചുകുട്ടികളുടെ ആ ഒരു ഓറിയൻറ്റേഷൻ നടത്തുന്നതിലൊക്കെ നമ്മുടെ സ്കൂളിനെ ഒത്തിരിയേറെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനേക്കാൾ ഉപരി അദ്ദേഹം ഞങ്ങളുടെയൊക്കെ ഒരു പേഴ്സണൽ ഒരു വ്യക്തിപരമായ സുഹൃത്തായിരുന്നു. ഏത് കാര്യത്തിനും കുട്ടികളെ ഒന്ന് ഉത്തേജനം നൽകാൻ വേണ്ടി, കുട്ടികളെ ഒന്ന് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം ഒത്തിരിയേറെ സ്കൂളിനെ സഹായിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ഒരു സർഗവാസനകൾ ഉയർത്തുന്നതിൽ അദ്ദേഹം വളരെ വിദഗ്ധനായിരുന്നു. സ്കൂളിന് അദ്ദേഹം നൽകിയ എല്ലാ സംഭാവനകൾക്കും സ്നേഹത്തിനും കുട്ടികൾക്ക് നൽകിയ അഗാധമായ സ്നേഹത്തിനുമൊക്കെ ഞങ്ങൾ ഒത്തിരിയേറെ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ ഫസ്റ്റ് ടൈം വിജയ് സാറിനെ കാണുന്നത് 8th പഠിക്കുമ്പോഴായിരുന്നു. സോ ഈ കലോത്സവന് ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് പോയി നോക്ക്, അത് നല്ല രസമാണ്, നന്നായി മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു റീസണിലായിരുന്നു കുറേ ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞു, ഡ്രാമയ്ക്ക് ഇങ്ങനൊരു കുട്ടീനെ നോക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ ട്രൈ ചെയ്ത് നോക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു രസത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെരി ഫസ്റ്റ് ടൈം എൻ്റെ ഡ്രാമയിൽ എൻ്റെ ഒരു ഡെബ്യൂട്ട് എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയർ ആയിരുന്നു. അപ്പോഴായിരുന്നു ഞാൻ വിജയ് സാറിനെ കാണുന്നത്. ഞാൻ സാറിന് നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, റാദർ ദാൻ എന്താ പറയുക, ഒരാളുടെ മേത്ത് എന്തൊക്കെ അല്ലെങ്കിൽ ചെയ്യാമെന്നുള്ളതിന് പകരം സാർ ഒരാൾക്ക് എന്തുണ്ട് എന്നായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ഫോർ എക്സാമ്പിൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് പാടാൻ ഇഷ്ടമാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു അതെ. അപ്പം അതെൻ്റെ ക്യാരക്ടറായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക എന്ന് സാർ നന്നായി നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇപ്പം എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഹി ഈസ് എ ലെജൻഡ്. ആൻഡ് ഇപ്പം നമ്മളെ കൂടെ ഉണ്ടാവില്ല, ബട്ട് ഹിസ് ക്യാരക്ടേഴ്സ് ആൻഡ് ലെഗസി വിൽ ലിവ് ഓൺ ഫോർ എവർ. ഞാൻ ആദ്യമായിട്ട് സാറിനെ കാണുന്ന 8th ആദ്യം എനിക്ക് വലിയ കഴിവൊന്നുമില്ലായിരുന്നു. ഭയങ്കര പാവം കുട്ടി, ആരോടും സംസാരിക്കില്ല, പ്രത്യേകിച്ച് തിളങ്ങാനായിട്ടെന്നുള്ള കഴിവൊന്നുമില്ലായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഡ്രാമയ്ക്ക് പോയത് ഒന്ന് ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ക്ലാസ്സിൽ നിന്ന് കുറച്ചൊരു ബ്രേക്ക് കിട്ടാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ ഞാൻ പോയപ്പം സാറ് എന്തെങ്കിലുമൊക്കെ ഡയലോഗ് പറഞ്ഞു. അങ്ങനെ കുറച്ച് ആക്ടിംഗ് ഒക്കെ ചെയ്ത് നോക്കിയപ്പം സാറ് പറഞ്ഞ്, ചെയ്യുന്നുണ്ടല്ലോ, കുഴപ്പമില്ല, നമുക്കിത് ശരിയാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. എനിക്കില്ലാത്ത ഒരു കഴിവ് സാറ് എൻ്റെ ഉള്ളിൽ കണ്ട് എന്നെ, അത് ഒന്നുമില്ലാത്ത ഒരു കുട്ടീൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള, ഇത്ര ആരെ മുന്നിലും സംസാരിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് കുട്ടിയാക്കി മാറ്റി. അതിന് സാറിനോട് എനിക്ക് എത്രയോ നന്ദി പറയാനുണ്ട്. സാർ ഇന്ന് ഇവിടെ ഇല്ലെങ്കിലും ഫ്യൂച്ചറിൽ ഞാൻ എന്തെങ്കിലും കോൺഫിഡൻസോടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഞാൻ താങ്ക്സ് സാറിനോടാണ് പറയുന്നത്. താങ്ക് യു സാർ. വിജയ് സാർ ഒരു ഭയങ്കര നല്ലൊരു മനുഷ്യനായിരുന്നു. പിന്നെ നമ്മൾ ഡ്രാമയ്ക്ക് സാർ കയറ്റിയപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തത്തിൻ്റെ കോൺഫിഡൻസ് ലെവലിന് വളരെ കൂടി. പിന്നെ എനിക്ക് അറിയാത്ത കുറേ സ്കിൽസൊക്കെ ഞാൻ ഡ്രാമയിൽ തന്നെ പഠിച്ചത്. ക്ലാസ് റൂമിലിരുന്ന് പഠിക്കുന്നതിനെക്കാട്ടിലും ഞാൻ ഡ്രാമയിൽ വിജയ് സാറിൻ്റെ കൂടെയാണ് ഇരുന്ന് പഠിച്ചത്. സാറിന് വളരെ സ്നേഹം, നമുക്കെല്ലാവർക്കും സാറിന് വളരെ ഇഷ്ടമായിരുന്നു.
വിജയ് സർ ഏത് റൂമിലേക്ക് ചെന്നാലും അവിടെ വേറെ തന്നെ ഒരു എനർജി ആയിരിക്കും. വെറുതെ ഇരിക്കും, ഭയങ്കര എനർജി ഇല്ലാത്ത റൂമാണ്. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ലെങ്കിലും സാർ ആ റൂമിലേക്ക് കയറിയതും അവിടുന്ന് ഭയങ്കര എനർജി ആവാൻ തുടങ്ങും. എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ വരാൻ തുടങ്ങും. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആയിരുന്നു സാറ്. സാർ എന്ത് ചെയ്താലും ഭയങ്കര രസമായിരുന്നു. ആക്ടിങ് എന്ത് ചെയ്താലും ഭയങ്കര നമുക്കും ചെയ്തു നോക്കാം, നല്ല രസമുണ്ടാവും എന്നൊരു രീതിയായിരുന്നു സാറ് എന്ത് ചെയ്താലും. കഴിഞ്ഞ ഒരു 3 വർഷക്കാലത്തോളമായിട്ട് സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളിലെ കുട്ടികളെ അവരുടെ നാടക പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് അതിനോടൊപ്പം നിൽക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. വിജയ് സാറ് ഒരു നാടക പരിശീലകൻ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനെയൊക്കെ വളരെ വിസ്മയത്തോടു കൂടിയാണ് നോക്കിക്കണ്ടിട്ടുള്ളത്. അദ്ദേഹം ഒരു തികഞ്ഞ കലാകാരനാണ് എല്ലാ അർത്ഥത്തിലും. അദ്ദേഹം കുട്ടികളെ അഭിനയത്തിൻ്റെ എല്ലാ മേഖലകളെക്കുറിച്ചും ഒരു പരിശീലനം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അഭിനയ കളരി. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ നാടകത്തിന് വേണ്ടി അദ്ദേഹം കുട്ടികളെ ട്രെയിൻ ചെയ്ത് അദ്ദേഹം സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും അടക്കമുള്ള വേദികളിൽ കുട്ടികൾ ഈ പരിശീലനത്തിന് ശേഷം പോയി കഴിയുമ്പോൾ അവർക്ക് കേവലം ആ നാടകം മാത്രമല്ല അവർ പരിചയപ്പെടുന്നത്, മറിച്ച് നാടകത്തിലേക്കുള്ള ഒരു കലാകാരൻ കൊടുക്കുന്ന എല്ലാവിധ വഴികളും അവർക്ക് തുറന്നിടുന്ന രീതിയിൽ അഭിനയത്തിൻ്റെയും വാക്കുകൾ, മുഴുവനായിട്ടുള്ള ശബ്ദങ്ങൾ, ഇവയൊക്കെ ഉച്ചരിക്കുന്നതും അതിൻ്റെ ഭാവങ്ങൾ കൊണ്ടുവരുന്നതും ഇതിനുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അഭിനയ മേഖലയിലുള്ള എല്ലാ തരത്തിലുള്ള പരിശീലനവും അദ്ദേഹം അതിൻ്റെ കൂടെ നൽകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ വളരെ വിസ്മയത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാ കാലത്തും നോക്കിക്കണ്ടിട്ടുള്ളത്. അപ്പോൾ സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നൽകിയിട്ടുള്ള സേവനം, ഈ നാടകത്തിൻ്റെ രംഗത്ത് അദ്ദേഹം തന്നിട്ടുള്ള വലിയ ഞങ്ങൾക്ക് തന്നിട്ടുള്ള വലിയ കാര്യങ്ങൾ ഞങ്ങൾ ഈ നിമിഷം ഒന്ന് ഓർക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നഷ്ടം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, നാടകം എന്ന് പറയുന്ന ആ കലാരൂപത്തിന് അദ്ദേഹം ഒരു തീരാ നഷ്ടം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. ഈ അവസരത്തിൽ ഞങ്ങൾ പ്രണാമം അർപ്പിക്കുന്നു. വിജയ് സാറ് നമ്മളെ വിട്ട് പോയി എന്നുള്ളത് ഒട്ടും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാനൊരു കഴിഞ്ഞ 6-7 വർഷമായി വിജയ് സാറിൻ്റെ നാടക പരിശീലനം ഞാൻ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നും അറിയാത്ത ഒരു കുട്ടീനെ മുമ്പിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയെ പരിശീലിപ്പിക്കുന്ന രീതി ഞാൻ അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത്. അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് വിചാരിക്കും ഇയാളൊരു നാടകത്തിലൊരു മജീഷ്യനാണോ എന്ന്. അത്ര പോലും ആ കുട്ടികളോട് നിൽക്കുന്ന ഒരു രീതിയും പഠിപ്പിക്കുന്ന ഒരു രീതിയും ഒക്കെ ഒരു വേറിട്ട് ഉള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങൾ ടീച്ചേഴ്സിനോട് പെരുമാറുന്ന ഒരു രീതി, അതൊക്കെ ഞാൻ വളരെ അത്ഭുതത്തോടെ തമാശകളും ഓരോ ടീച്ചേഴ്സ് സംസാരിക്കുമ്പോൾ ഒരു ഇമിറ്റേറ്റ് ചെയ്ത് അത് നല്ല സന്തോഷത്തോടു കൂടി അവരെ ചിരിപ്പിച്ച്, സങ്കടമുള്ള ടീച്ചേഴ്സിനെ കണ്ട് അവരൊന്ന് ചിരിപ്പിച്ചിട്ടേ സാർ അവിടുന്ന് ആ ടീച്ചറെ വിടാറുള്ളായിരുന്നു. അത്രയ്ക്കും എനിക്കൊരു നല്ലൊരു ആത്മബന്ധം മാഷായിട്ടുണ്ടായിരുന്നു. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എൻ്റെ മോളെ ആദ്യമായിട്ട് നാടകം പഠിപ്പിച്ചത് വിജയ് സാറാണ്. അതിനുശേഷം ഓളിപ്പോൾ ഒരു വലിയ കോളേജിൽ എത്തിയിട്ടുണ്ടെങ്കിലും അവിടെ തിയേറ്റർ ക്ലബിൻ്റെ ഹെഡായതൊക്കെ ഈ നാടകത്തിൻ്റെ ഒരൊറ്റൊരു ഇതുകൊണ്ടാണ്. സാറ് പഠിപ്പിച്ച പരിശീലനത്തിൻ്റെ മികവ് കൊണ്ട് മാത്രമാണ് അവൾ ഇന്ന് ആ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാം മറന്നുറങ്ങണ നീ ഒരിക്കലും